ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 16 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. ഗാദിന്റെ പുത്രന്മാർ സിഫ്യോൻ, ഹഗി, ശൂനി, യസ്ബേൻ, ഏരി, ഏരോദി, അരേലി. അശേരിന്റെ പുത്രന്മാർ യിഷ്മ, യിശ്വ, യിശ്വി, ബെരിയ. ഇവരുടെ സഹോദരി സേരഹ്. ബെരിയാവിന്റെ പുത്രന്മാർ ഹേബർ, മൽക്കിയേൽ. ഇവർ ലാബാൻ തന്റെ മകളായ ലേയയ്ക്ക് കൊടുത്ത ശില്പയുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് ഈ 16 പേരെ പ്രസവിച്ചു. യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ പുത്രന്മാർ യോസേഫ്, ബെന്യാമീൻ. യോസേഫിന് മിസ്രയീം ദേശത്ത് മനശ്ശെയും എഫ്രായീമും ജനിച്ചു. ഇവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകളായ അസ്നത്ത് അവന് പ്രസവിച്ചു. ബെന്യാമീന്റെ പുത്രന്മാർ ബേല, ബേഖർ, അശ്ബേൽ, ഗര, നാമാൻ, യഹീം, രോഷ്, മുഫീം, ഹുഫീം, ആരദ്. ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ. എല്ലാവരും കൂടി 14 പേർ. ദാന്റെ പുത്രന്മാർ ഹൂഷീം, നഫ്താലിയുടെ പുത്രന്മാർ യഹസേൽ, ഗൂനി, യേസർ, ശീലോ. ഇവർ ലാബാൻ തന്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹയുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് ഇവരെ പ്രസവിച്ചു. എല്ലാം കൂടി 7 പേർ. യാക്കോബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവന്റെ കടിംപ്രദേശത്തു നിന്ന് ജനിച്ചവരായി അവനോടുകൂടെ മിസ്രൈമിൽ വന്നവർ ആകെ 66 പേർ. യോസേഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രൈമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേർ.